നിങ്ങൾ കേൾക്കുന്നത് ചന്ദ്രകാന്തക്കല്ല് നോവൽ. രചന വിൽക്കി കോളിൻസ്. വിവർത്തനം എം.എസ്. നായർ. ശബ്ദം നൽകുന്നത് ജയചന്ദ്രൻ പറക്കോട്. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. പൂർവരംഗം. സേരിംഗപട്ടം മിന്നലാക്രമണത്തിലൂടെ കീഴടക്കുന്നു. 1799. കുടുംബചരിത്രത്താളുകളിൽ നിന്ന് ചികഞ്ഞെടുത്തത്. ഇന്ത്യയിൽ വെച്ചെഴുതിയ ഈ വരികൾ ഇംഗ്ലണ്ടിലുള്ള എന്റെ ബന്ധുക്കൾ വായിച്ചറിയാനുള്ളതാണ്. എന്റെ കസിൻ ജോൺ കാസിലുമായുള്ള സൗഹൃദബന്ധം ഞാൻ അവസാനിപ്പിക്കാനിടയായ കാരണങ്ങൾ വ്യക്തമാക്കുകയാണ് എന്റെ ഉദ്ദേശ്യം. ഈ വിഷയത്തിൽ ഇത്രയും നാൾ ഞാൻ മൗനം പാലിച്ചത് എന്റെ കുടുംബാംഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എന്നെപ്പറ്റി അവർക്കൊക്കെയുള്ള നല്ല ധാരണകൾ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഈ വിവരണം വായിക്കുന്നതുവരെ തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്നത് തീർത്തും അക്ഷരാർത്ഥത്തിൽ സത്യം മാത്രമാണെന്ന് എന്റെ സൽപ്പേരിന്മേൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരെയും ഒരേപോലെ ബാധിച്ച ഒരു മഹത് സംഭവ സമയത്താണ് ഞാനും എന്റെ കസിനുമായിട്ടുള്ള സ്വകാര്യ വ്യത്യാസങ്ങൾ ആദ്യമായി തലപൊക്കിയത്. ജനറൽ ബെയർഡിന്റെ കീഴിൽ ഞങ്ങളുടെ പട്ടാളം 1799 മെയ് മാസം 4-ാം തീയതി സേരിംഗപട്ടം ആക്രമിച്ച് കീഴടക്കിയതാണ് ആ ചരിത്ര മഹത് സംഭവം. സാഹചര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ആ ആക്രമണത്തിന് മുമ്പുണ്ടായ ചില കാര്യങ്ങളിലേക്ക് കടന്നേ പറ്റൂ. സേരിംഗപട്ടം കൊട്ടാരത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന വിലപിടിച്ച ആഭരണങ്ങളെപ്പറ്റിയും സ്വർണശേഖരത്തെപ്പറ്റിയും ഞങ്ങളുടെ ക്യാമ്പിൽ പ്രചരിച്ചിരുന്ന കഥകളും ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഏറ്റവും വിചിത്രമായ സംഭ്രമജനകമായ കഥകളിലൊരെണ്ണം മഞ്ഞ വജ്രക്കല്ലിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അത് ഇന്ത്യൻ പുരാവൃത്ത കഥയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു പ്രശസ്ത വജ്രക്കല്ലായിരുന്നു. ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്ന ചതുർഭുജനായ ഒരു ഇന്ത്യൻ ദൈവത്തിന്റെ നെറ്റിയിൽ വിലസിയിരുന്ന വജ്രമായിരുന്നു അത് എന്നാണ് പരമ്പരാഗത ആചാരങ്ങളിൽ നിന്ന് അറിവായിട്ടുള്ള ഒരു വസ്തുത. അതിന്റെ പ്രത്യേക നിറവും പിന്നെ ദൈവത്തിന്റെ ഒരാഭരണമെന്ന നിലയ്ക്ക് അതിനൊരു പ്രത്യേക സ്വാധീനമുണ്ടാകുമെന്ന അന്ധവിശ്വാസവും പിന്നെ ഗ്രഹണമനുസരിച്ച് അതിന്റെ തിളക്കത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും കാരണം ഇന്ത്യയിൽ അന്നുമിന്നും ചന്ദ്രകാന്തക്കല്ല് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. 2. പുരാതന ഗ്രീസിലും റോമിലും സമാനമായ ഒരന്ധവിശ്വാസം പണ്ട് നിലനിന്നിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അത് ഇന്ത്യയിലുള്ളതുപോലെ ദൈവാഭരണമായ ഒരു വജ്രത്തെപ്പറ്റി ആയിരുന്നില്ല. മറിച്ച് അല്പം ഗുണമേന്മ കുറഞ്ഞ പാതി സുതാര്യമായ രത്നക്കല്ലുകളെപ്പറ്റി ആയിരുന്നു. ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടന്ന ഈ കല്ലുകൾ ഇന്നും അപൂർവ വസ്തുക്കൾ ശേഖരിച്ചു കൂട്ടുന്ന സമാഹർത്താക്കൾക്കിടയിൽ ചന്ദ്രകാന്തക്കല്ലെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിലാണ് മഞ്ഞ വജ്രക്കല്ലിന്റെ സ്തോഭജനകമായ കഥ ആരംഭിക്കുന്നത്. അന്നാണ് മുഹമ്മദീയ പടനായകനായ മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതും പവിത്ര പാവനമായ സോംനാഥ് നഗരം ആക്രമിച്ച് കീഴടക്കിയതും. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഹിന്ദുക്കളുടെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കിഴക്കൻ നാടിന്റെ അദ്ഭുതമെന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന സോമനാഥ് ക്ഷേത്രത്തിലെ വിലപിടിച്ച അമൂല്യ Sample complete. Ready to continue?